ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം, എനിക്ക് ബഹ്റൈൻ കോൺടെസ്റ്റ് അത്ര അറിയില്ല, എന്നാൽ ഇന്ത്യൻ കോൺടെസ്റ്റ്, കേരള കോൺടെസ്റ്റ്, റാന്നിയുടെ കോൺടെസ്റ്റിൽ എൻ്റെ മണ്ണിൻ്റെ കോൺടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഏറ്റവും വലിയ അപകടം അടുത്ത തലമുറ കുറച്ച് കഴിയുമ്പോൾ കാണത്തില്ല. കാരണം കഞ്ചാവ് ഒഴുകുകയാണ്. കഞ്ചാവാണ് പിന്നെയും വേണ്ടില്ല. കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞ സാധനം ഹെർബലാണ്, പിന്നെ അത്രയും അപകടകാരിയല്ല. എന്നാൽ ഇന്ന് വരുന്ന ഈ സിന്തറ്റിക് സാധനങ്ങളുണ്ട്, MDMA ഒക്കെ പോലെ, അതൊക്കെ ഒറ്റ ഇൻടേക്കിന് തന്നെ എന്ത് ഡാമേജ് ആവും. ഇവൻ 1 ഇൻടേക്കിനും ബ്രെയിൻ ഡാമേജ് ആവും. ഞാനൊരു 2-3 കിലോമീറ്റർ ചുറ്റവരുള്ള പിള്ളേർ കഞ്ചാവ് എടുക്കുന്ന, ലഹരി ഉപയോഗിക്കുന്ന പിള്ളേരെ കുറിച്ച് പഠിക്കാൻ ഒരു ശ്രമം നടത്തി. അവസാനം എൻ്റെ കൂടെയുള്ള പിള്ളേരെല്ലാം വിളിച്ച് ഞങ്ങളൊരു 3 കിലോമീറ്റർ താഴെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയൊരു കൺക്ലൂഷൻ ഉണ്ട്, എളുപ്പം ഉപയോഗിക്കാത്ത ആരുണ്ടെന്ന് കണ്ടുപിടിക്കും. റിയാലിറ്റി, സത്യമായിട്ടും റിയാലിറ്റി. കോവിഡിൻ്റെ സമയത്ത് ഞങ്ങളുടെ വീട്ടിലായിരുന്നു, പോലീസുകാരൊക്കെ വന്ന് കോവിഡിൻ്റെ ആ സമയത്ത് മുഴുവൻ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സന്ധ്യയ്ക്ക് പോലീസുകാർ വന്നിട്ട് പറഞ്ഞു ഇച്ചിരി താമസം വന്ന് ഫുഡ് എടുക്കാൻ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ താഴെ വരെ പോവാം. ഞാൻ അതന്നെ അവിടെ കഞ്ചാവ് ഇൻഫർമേഷൻ കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു പിള്ളേരൊക്കെ അവിടെ പോയി സൈക്കിളിൽ വിട്ട് നോക്കി. അല്ലയോ വിടല്ലേ, അവിടെ കഞ്ചാവ്, വേറെ സ്ഥലത്ത് അവിടെ കഞ്ചാവ്. ഞാൻ വേറെ സ്ഥലത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ കഞ്ചാവിൻ്റെ ആൾക്കാരുണ്ട്. ഇത് ഭയങ്കരമായിട്ട് വ്യാപരിക്കുക. ഇതെന്തുകൊണ്ടാണ് വ്യാപരിക്കുന്നത്? ഒറ്റ കാര്യം കൊണ്ടാണ്. രാവിലെ ഇതെടുത്ത് പരിചയിച്ചു തുടങ്ങിയാൽ രാവിലെ ആകുമ്പോൾ അത് കിട്ടിയില്ല, ഇവനെന്തോ ഉണ്ടാവും, വിഡ്രോവൽ ഉണ്ടാവും. വെരി മച്ച് അതാണ് വിഡ്രോവൽ ഉണ്ടാകുമ്പോൾ എന്തെടുക്കും? അടുത്ത എടുക്കും. അങ്ങനെ കാശില്ലെങ്കിൽ ഇവന് എങ്ങനെയെങ്കിലും ഒന്നുണ്ടാക്കും, കാശുണ്ടാകും. അതാണ് ഇവിടെ ലാഭം. എങ്ങനെയെങ്കിലും അമ്മയ്ക്കൊന്നാണെങ്കിലും അമ്മയുടെ മാല തല്ലിപ്പറിച്ചുകൊണ്ട് പോയാണെങ്കിലും എന്തുണ്ടാക്കും? കാശുണ്ടാക്കി മേടിക്കും, അവസാനം ഇല്ലാതാകും. ഇത് മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ദൈവം നമ്മുടെ ലഹരിയാണ്. രാവിലെ പ്രാർത്ഥിച്ചില്ലേ നമുക്ക് വിഡ്രോവൽ ഉണ്ടാകണം. രാവിലെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരാകണം. രാവിലെ ഒരു ദിവസം വേദപുസ്തകം വായിച്ചില്ലെങ്കിൽ ഈ ഡിസ്റ്റർബൻസ് ഉണ്ടാകാം. ഒരു കുഞ്ഞും ലഹരിയുടെ പുറകെ പോകത്തില്ല. ദൈവം നമ്മുടെ ലഹരിയാകണം. വചനം നമ്മുടെ ലഹരിയാകണം. വചനം വായിച്ചില്ലെങ്കിൽ ഒരു വിഡ്രോവൽ സിംപ്റ്റം ഉണ്ടാകണം. കർത്താവിനോടൊപ്പം ഇരിക്കാൻ. ഞാൻ പറഞ്ഞ അത് നിയമത്തിന്റെ വ്യവസ്ഥയോ ഒന്നുമല്ല, ദൈവത്തിന്റെ വചനത്തിന്റെ കൂടെ നടക്കാൻ. ഒരു ദിവസം ദൈവത്തോട് സംസാരിച്ചില്ലെങ്കിൽ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു അവസ്ഥ ഉണ്ടാകുന്ന ആത്മീയ ലഹരി ഉണ്ടായാൽ ഈ തലമുറ ലഹരിക്ക് പുറകെ പോകത്തില്ല. എല്ലാവർക്കും ദൈവം ഒരു ലഹരിയാകണം. ദൈവത്തെ കിട്ടിയില്ലെങ്കിൽ ഒരു വിഡ്രോവൽ ഉണ്ടാകണം. വചനം വായിച്ചില്ലെങ്കിൽ വിടണം. പക്ഷേ ദൗർഭാഗ്യകരമായിട്ട് പറയട്ടെ, ഇന്ന് ഒത്തിരി പേരുടെ കയ്യിലും ബൈബിൾ ഇല്ല. കാരണം പല മൊബൈലൊക്കെയാണ് ബൈബിൾ ഉപയോഗിക്കുക. എന്നാലും ഒരു ദൈവദാസൻ എന്നല്ലേ പറയാം, ഞായറാഴ്ചകളിൽ എത്രയോ ആളുകളുണ്ടെന്നറിയാമോ ബൈബിൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് പോകുന്നത്. ഒരു ഞായറാഴ്ച അവിടെ വെച്ചിട്ട് പോകുന്ന എന്നെടുക്കും, അടുത്ത ഞായറാഴ്ച എടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇന്നും ഉണ്ട്. അത് മറന്നുപോയി ഇവർ അറിയത്ത് പോലും ഇല്ല. എന്താ കാര്യം? വചനം വായിക്കണം. കർത്താവ് അങ്ങ് വായിക്കണം. എനിക്ക് 2025 തന്നാൽ കർത്താവിൻ്റെ ഒപ്പം ഇങ്ങനെ ബൈബിൾ വായിക്കണം. ഒത്തിരി നേരം വേദപുസ്തകമായിട്ടിരിക്കണം. കർത്താവിനെ കിട്ടിയില്ലെങ്കിൽ, കർത്താവിനോട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ അസ്വസ്ഥപ്പെടുന്ന എനിക്കൊരു അനുഭവത്തിലേക്ക് യേശുവുമായിട്ട് നടക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ബെസ്റ്റ് ടൈമും ദൈവത്തോടൊപ്പം, അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ച് നമുക്കൊരു പുതുവർഷം തന്നാൽ നമുക്കറിയില്ല. ഇന്നലെ ഭൂമിയിൽ പാർത്തിരുന്ന എത്രയോ പേർ ലോകം കാണാതെ പോയി. നമുക്ക് ഈ ദിവസം തന്നാൽ പുതുവർഷത്തിൽ യേശുവിനോടൊപ്പം ഇങ്ങനെ നടക്കണം. യേശുവിന്റെ വചനം ഇങ്ങനെ വചനം വായിക്കണം. അവർക്ക് ഈ ലോൺലിനെസ് ഉണ്ടാകത്തില്ല. അടുത്ത പ്രശ്നം എന്താ? ലോൺലിനെസ്സിലാണ് ഈ ലഹരി വർദ്ധിക്കുക. ലോൺലിനെസ് ഉണ്ടാകുന്നത് പിള്ളേർക്കൊക്കെ ലോൺലിനെസ് ആണ്. നോബഡി ഈസ് ദേർ ടു ടോക്ക്. അപ്പോഴാണ് ഇതൊക്കെ കൊണ്ടുത്തരുന്നത്. അപ്പോൾ അവർക്ക് ഷെയർ ചെയ്യാൻ ആരുമില്ല. ഏകാന്തതകളുടെ പരിഹാരം ലഹരിയിലേക്ക് എത്തുകയാണ്. ഞാൻ പറയും, ദൈവവചനം ഭ്രാന്ത് പിടിച്ചവൻ എന്ത് ഏകാന്തത. ഇച്ചിരി ഏകാന്തത കിട്ടിയാൽ അവൻ ഉടനെ പോയി വേദോസം വായിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വരാൻ താമസിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ ഒരു അപ്പച്ചൻ ഉണ്ടായിരുന്നു കേരളത്തില്. അദ്ദേഹം ഉടനെ പാവിരിച്ച് നിലത്തിടും, സഞ്ചി പുസ്തകം എടുക്കും, വായന അങ്ങോട്ട് തുടങ്ങും, എഴുത്തങ്ങോട്ട് തുടങ്ങും. ഏകാന്തതകൾ, അവർക്ക് എന്ത് ഏകാന്തത. ദൈവത്തോടൊപ്പം വസിക്കുന്നവൻ എന്ത് ലോൺലെസ്. അവൻ ലോൺലെസ് പറയും, ഇത് സോളിറ്റ്യൂഡാണ്, ലോൺലെസ് അല്ല, സോളിറ്റ്യൂഡ്. യേശുവിനോടൊപ്പം ഇരിക്കാനുള്ള ഒരു സമയം ധ്യാനത്തിന്റെ സമയമായിട്ട് മാറും. എൻ്റെ ഏകാന്തത എല്ലാം ദൈവത്തോടൊപ്പം ഇരിക്കാൻ ആഗ്രഹിക്കണം. ദൈവം എനിക്കൊരു ലഹരിയാകണം. ദൈവത്തിന്റെ വചനത്തോടൊപ്പം ഇരിക്കുന്ന ഒരു 2025 എനിക്ക് വേണം. ഹല്ലേലൂയ. ഒരു വർഷം പിന്നിടാറായി. ഇനി പരിമിതമായ ദിവസങ്ങൾ മാത്രം നമ്മുടെ മുമ്പിലുള്ളപ്പോ കർത്താവേ ഈ വർഷം തുടക്കട്ടെ.
ഈ വർഷത്തിന്റെ അവസാനം ആരും വായിക്കുന്നതിന് നല്ല പറയുക, എന്നാൽ ആരെയും കുറ്റപ്പെടുത്തുക അല്ല. ഞാൻ എന്നോട് പറഞ്ഞൊരു കാര്യം, അധികം വചനം വായിക്കണം, അധികം വചനം വായിക്കണം, അധികം ദൈവത്തോടൊപ്പം ഇരിക്കണം, അധികം വചന ചിന്തകൾ കാണാതെ പഠിക്കണം. അത് വചനം കാണാതെ പഠിച്ചോ, ബുദ്ധി വികസിക്കാൻ തുടങ്ങും, ബുദ്ധി വികസിക്കാൻ തുടങ്ങും. വചനം കാണാതെ പഠിച്ചോ, നിങ്ങളുടെ മെമ്മറി പവർ വർദ്ധിക്കാൻ തുടങ്ങും, നിങ്ങളുടെ മെമ്മറി പവർ വർദ്ധിക്കാൻ തുടങ്ങും. മെമ്മറി കൂടും, മെമ്മറി കൂടും. പുതിയ GB ഇൻസ്റ്റാൾ ചെയ്യും. അങ്ങനെ വചനം കാണാതെ പഠിച്ചാൽ എത്ര പ്രായത്തിലും മെമ്മറി കൂടും. യേശുവേ, എനിക്ക് അധികം വചനം പഠിക്കുക, അധികം വചനം വായിക്കുക. 2025 യേശുവിന്റെ കൂടെ, 2025 വചനത്തിന്റെ കൂടെ അതിരിക്കണം. ആഗ്രഹിക്കുന്നവരെല്ലാം ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു പുതിയ ദർശനം, പുതിയ ദർശനം. ഹല്ലേലൂയ. എത്ര വചനം കേൾക്കാൻ അവസരം ഉണ്ടായിട്ട് മടി പിടിക്കുന്നവരെല്ലാം പിടിക്കാൻ ഒരു ദിവസം നമ്മൾ ഒരു പക്ഷേ ക്യൂൻ ശേബയുടെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വന്ന്, അപ്പോസ്തലന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വന്ന്, നിനവേക്കാളുടെ മുമ്പിലെങ്ങാനും പോകേണ്ടി വന്ന്, എന്റെ ദൈവമേ അധികം വചനം വായിക്കുവാൻ എന്നെ സഹായിക്കണം. ആഗ്രഹിക്കുന്നവരെല്ലാം അല്പസമയം പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി തന്നെ തുടങ്ങുക. 1, 2, 3 അധ്യായങ്ങൾ വായിക്കുക, 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 കുടിക്കുക. കുഞ്ഞുങ്ങളെ തുടങ്ങുക, പ്രിയമുള്ളവരെ തുടങ്ങുക. വചനം നിങ്ങളുടെ ലഹരിയായി മാറട്ടെ. വചനം വായിച്ചെങ്കിൽ നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകണം. കർത്താവെ, ഇന്ന് വായിക്കാൻ ഒത്തില്ലല്ലോ, നാളെ ഞാൻ കൂടുതൽ വായിക്കും. ഹല്ലേലൂയ. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനെ എന്നെ. കരങ്ങളെല്ലാം ഉയർത്തി പാടിക്കേ. ഒക്കെങ്കിൽ ആ പുസ്തകം ഒന്ന് ഉയർത്തിപ്പിടിച്ച്, പുസ്തകം കൂടെ കൈ പിടിച്ച് പാടിക്കേ. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, ദിനവും ഹല്ലേലൂയ യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നെ ശുനാഥ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നെ. കൂടുതൽ വായിക്കണം, കൂടുതൽ വായിക്കണം, കൂടുതൽ വായിക്കണം, കൂടുതൽ ധ്യാനിക്കണം, കൂടുതൽ വചനം കാണാതെ പഠിക്കണം. വചനത്തിലൂടെ പോയാൽ ദൈവം നിങ്ങളെ സ്വർഗീയ തീരിലെത്തിക്കുക, സ്വർഗത്തിന്റെ ദർശനങ്ങളെ തരും. വചനത്തിലൂടെയാണ് ദൈവം സംസാരിക്കുക. ഏറ്റവും വലിയ മാധ്യമം ദൈവ വചനമാണ്. അതിനെക്കാട്ടിൽ വലിയൊരു പ്രവചനം ഇല്ല, അതിനെക്കാട്ടിലുള്ള ഒരു ഉത്തരമില്ല. കർത്താവിന്റെ വചനത്തോടൊപ്പം ഇരിക്കുക, സ്തുതിക്കുക. സ്തുതിച്ചാരാധിച്ച് ദൈവവചനം തന്നില്ലേ? ഇങ്ങനെ നമ്മുടെ ഭാഷയിൽ ഇത് കിട്ടാൻ, ഇതിന് ലിപിയാക്കാൻ, നമ്മുടെ ഭാഷയിൽ ഇത് കിട്ടാൻ ഇന്ന് നമുക്ക് പല വേർഷനെ കിട്ടും. എത്രയോ പേരുടെ അധ്വാനമുണ്ട്. ഇന്നും എത്ര പേര് അതിന്റെ പിന്നിൽ അധ്വാനിക്കുന്നുണ്ടെന്ന് അറിയാമോ? എത്ര പേര്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആദിയിൽ എന്തുണ്ടായിരുന്നു? വചനം. ആദിയിൽ എന്തുണ്ടായിരുന്നു? വചനം ഉണ്ടായിരുന്നു. 3, ദൈവത്തിന് വെള്ളം സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിന് പാഴും ശൂന്യമായി പോയി. അതിനൊരു ഹിസ്റ്റോറിക്കൽ അതുണ്ട്. ആദ്യത്തെ ഭൂമി ദൈവം ദൂതന്മാർക്ക് വേണ്ടി സൃഷ്ടിച്ചു, എന്നാൽ അത് പിന്നത്തേതിൽ പാഴും ശൂന്യമായി പോയി. അതിനെ ദൈവം റിക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഉൽപ്പത്തി പുസ്തകം. അതുകൊണ്ടാണ് അതിനിടയ്ക്ക് സമയങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയും. അങ്ങനെയുള്ള ചിന്തകളല്ല എൻ്റെ ചിന്ത. എന്നാലും പാഴും ശൂന്യമായി പോയ ഒരു ഭൂമി, അത് വെള്ളത്താൽ എന്ത് ചെയ്തു? മൂടപ്പെട്ട് ദൈവം സൂക്ഷിച്ചു. എന്നാൽ ദൈവത്തിന്റെ ആ ആഴത്തിന്റെ മീതെ എന്തുണ്ടായിരുന്നു? ഇരുട്ടുണ്ടായിരുന്നു. ആഴത്തിന്റെ മീതെ ഇരുളുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ എന്ത് ചെയ്തു? പരിവർത്തിച്ചു. 3ാമത്, ഈ പ്രപഞ്ചത്തിന്റെ രൂപം ഉണ്ടായത് എന്ത് പരിവർത്തിച്ചപ്പോഴാ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. 1 ദൈവം, 2 ദൈവത്തിന്റെ വചനം, 3 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചപ്പോ ഇറ്റ് വാസ് വോയിഡ് ആൻഡ് എംപ്റ്റി. അതിന് രൂപമില്ലായിരുന്നു, താളമില്ലായിരുന്നു. എന്നാൽ അതിന് രൂപവും താളവും ഉണ്ടായത്, അതിനൊരു ഒരു ഭാവം ഉണ്ടായത്, അത് പ്രൊഡക്റ്റീവായത് ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചപ്പോഴാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിരന്തരമായി ദൈവാത്മാവിനോടൊപ്പം നടക്കണം. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു പരിശുദ്ധാത്മാവിൽ
സംസാരിക്കണം, ആത്മാവിൽ ദൈവത്തോട് സംസാരിച്ചു കൊണ്ട് നടക്കണം. അതുകൊണ്ടാണ് യോഹന്നാൻ 4 പറയുന്നു, ദൈവം ആത്മാവാകുന്നു, ആത്മാവാൻ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും എന്ത് ചെയ്യണം? ആരാധിക്കണം. ദൈവത്തിന് പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുക്കണം. 1 കൊരിന്ത്യർ 14 പറയുന്നു, അന്യഭാഷകളിൽ സംസാരിക്കണം. അന്യഭാഷകളിൽ സംസാരിക്കണം, ദൈവത്തോട് സംസാരിക്കുന്നു, അവർ ആത്മാവിൽ മർമ്മങ്ങളിൽ സംസാരിക്കുന്നു, ആരും എന്ത് ചെയ്യുന്നില്ല? തിരിച്ചറിയുന്നില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുന്നു, യേശുക്രിസ്തു വന്നത് വെള്ളത്താലും ആത്മാവിനാലും നമ്മളെ സ്നാനം കഴിപ്പിക്കുവാൻ. മർക്കോസ് 1:8 പറയുന്നു, അവിടുന്ന് വന്നത് നമുക്ക് പരിശുദ്ധാത്മാവിൽ സ്നാനം തരുവാൻ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അപ്പോസ്തലപ്രവൃത്തി 19 എഫെസോസിൽ ചെന്നപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് സ്നാനമാണ് കഴിച്ചത്? അതിന് കാരണമുണ്ട്. മത്തായി 28 യേശു പറഞ്ഞു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ എന്ത് ചെയ്യണം? സ്നാനം കഴിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സ്നാനം, അപ്പോഴാണ് അവർ പറഞ്ഞു, ഞങ്ങൾ കഴിച്ചത് ഏത് സ്നാനമാണ്? യോഹന്നാന്റെ സ്നാനമാണ്. അവൻ അവരുടെ മേൽ കൈവച്ചപ്പോൾ, അപ്പോസ്തലനായ പൗലോസ് അവിടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിന് പ്രാപിച്ച് അന്യഭാഷകളിൽ സംസാരിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, രൂപമുണ്ടാകും, ഇരുള് മാറും. എല്ലാ ആഴത്തിലും ഇതേ ഇരുട്ടുണ്ടായിരുന്നു. ചില ഇരുട്ടുകൾക്ക് ഒത്തിരി ആഴമുണ്ട്. ചില ഇരുട്ടുകൾക്ക് തലമുറകളുടെ ആഴം കാണും. ചില രോഗങ്ങൾക്ക് തലമുറയുടെ ആഴം കാണും. ചില ഇരുട്ടുകൾക്ക് തലമുറകളുടെ ആഴം കാണും. ചില സ്ഥലങ്ങൾ, ഈ ആക്സിഡന്റുകളൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ സത്യമാണ്. ആക്സിഡന്റ് പ്രോൺ ഏരിയ, എനിക്കറിയാവുന്ന എത്രയോ സ്ഥലങ്ങൾ ഇന്ന് ആക്സിഡന്റ് നടക്കത്തില്ലെന്നറിയാമോ? കാരണം ദിവസം അവിടെ പോയി അന്യഭാഷകൾ രാത്രി പ്രാർത്ഥിച്ചപ്പോൾ അതിന്റെ ഇരുട്ട് മാറി. ഏത് സ്ഥലത്തിന്റെ ഇരുട്ട് മാറാൻ ഒരു വഴിയുണ്ട്, പരിശുദ്ധാത്മാവിലെ പ്രാർത്ഥിക്കണം. ഇരുട്ട് മാറും. എല്ലാവരും ദൈവം, വചനം, പരിശുദ്ധാത്മാവ്, ദൈവം, വചനം, പരിശുദ്ധാത്മാവ്, റിഖ, നഗതന, ഹംബന, ശബന, ഹദന, റിഗന, എല്ലാ മക്കളും പ്രാർത്ഥിച്ച് ദൈവം, വചനം, പരിശുദ്ധാത്മാവ്, വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധാത്മാവിൽ സംസാരിക്കണം. ദൈവത്തോടൊപ്പം കൂടുതൽ സംസാരിക്കണം. ഹല്ലേലൂയ. അനുഗ്രഹനായ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളി എല്ലാവരും ഒരു ചോദ്യം ചോദിക്കുമായിരുന്നു, ഇന്നും നിങ്ങൾ ആരോടാണ് കൂടുതൽ സംസാരിച്ചത്? ദൈവത്തോടോ മനുഷ്യനോടോ? ദൈവത്തോട് കൂടുതൽ സംസാരിക്കണം. ദൈവത്തോട് കൂടുതൽ സംസാരിക്കാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. കാരണം യോഹന്നാൻ 4 പറയുന്നു, ഗോഡ് ഈസ് സ്പിരിറ്റ്, ദൈവം ആരാകുന്നു? ആത്മാവ്. ഈ ആത്മാവാൻ ദൈവത്തോട് സംസാരിക്കണമെങ്കിൽ എന്ത് പറയണം? ആത്മാവിനെ പ്രാപിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ പകർന്നിരിക്കുന്ന എന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെ എന്ത് ചെയ്യും? ജീവിപ്പിക്കും. അങ്ങനെ ആണെങ്കിൽ ആത്മാവിനെ പ്രാപിച്ച് ആത്മാവിൽ ഇങ്ങനെ സംസാരിക്കണം. ആത്മാവിങ്ങനെ സംസാരിച്ച് നടക്കുന്ന ഭയങ്കര സന്തോഷം കേട്ടോ, ഭയങ്കര സന്തോഷ. എന്ത് സന്തോഷാന്നറിയാവോ? ഞാൻ ന്യൂ ഇന്ത്യ ദൈവസഭയിൽ ഒരു ശുശ്രൂഷകനാണ്. അതിന്റെ ആദ്യ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു അച്ഛൻ, അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് ഞാൻ നല്ലൊരു സാക്ഷ്യം കേട്ടു. റാന്നിയിലാണ് അദ്ദേഹം ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നത്. ഒരു നല്ല പശ്ചാത്തലത്തിൽ വന്ന്, വലിയൊരു പശ്ചാത്തലത്തിനൊക്കെ വന്നിട്ട് അവസാനം മദ്യപാനം, അത് അവന് കർത്താവിനെ സാഹിത്യ ശുശ്രൂഷ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചൊരു സാക്ഷ്യം അടുത്തിടയ്ക്ക് കേട്ടു. എനിക്കത് ഭയങ്കര രസം തോന്നി. അദ്ദേഹത്തിന്റെ വീട് നീലമ്പേരിലാണ്, കോട്ടയം ചിങ്ങവനം ഭാഗത്താണ്. അപ്പൊ ഒരു ദിവസം പാർശ്വ വിയത്തമ്പി ഒത്തിരി വർഷം മുമ്പ് MC റോഡിൽ കൂടെ ഇങ്ങനെ കാറേ വരുമ്പോൾ, ഞായറാഴ്ച സന്ധിക്ക് ഇങ്ങനെ പോകുമ്പോൾ ചങ്ങനാശ്ശേരി, നിങ്ങൾക്ക് സ്ഥലമൊക്കെ അറിയാമല്ലോ, ചങ്ങനാശ്ശേരിയിൽ നിന്ന് ലെഫ്റ്റ് പിടിച്ച് MC റോഡിന്റെ ഇടത് സൈഡിൽ കൂടെ കോട്ടയത്തിന് ഒരാൾ നടന്നു പോകുന്നു. രാത്രിയില്ല, സന്ധി മനുഷ്യനെ ഇങ്ങനെ അറിയാത്തൊരു ഇരുട്ട്. അപ്പൊ രാത്രി ഇങ്ങനെ പോകുമ്പോൾ പുള്ളിക്കാരൻ പെട്ടെന്ന് നോക്കിയപ്പോൾ അത് നമ്മുടെ ഉപദേശിയാണെന്നൊരു ചിന്ത. അപ്പം തമ്പിയപ്പച്ചൻ തിരിച്ചു പോയി. എന്നിട്ട് റിവേഴ്സ് എടുത്ത് പോയപ്പോൾ രാത്രി ഈ പുള്ളി ഇങ്ങനെ കോട്ടയൊക്കെ ഇറക്കി ഇങ്ങനെ രാത്രി MC റോഡിൽ കൂടെ ഇങ്ങനെ പറഞ്ഞു പോവുക. അപ്പൊ അദ്ദേഹം ചെന്നിട്ട് ചോദിച്ചു, എന്തോ പറ്റിയും ചോദിച്ചപ്പോൾ പറഞ്ഞു, കിട്ടിയ വണ്ടിക്കൂലി ചങ്ങനാശ്ശേരി വരെ ഉള്ളത്. സഹായം കഴിച്ചപ്പോൾ കിട്ടിയ വണ്ടിക്കൂലിക്ക് എവിടം വരെ വരാനുള്ള പൈസയുള്ളൂ. അവിടുന്ന് കോട്ടയത്തിന് എന്ത് പോവാ? നടന്നു പോവാ. നമ്മളാണ് എന്തോ പാടിയും ദുഃഖത്തിന്റെ പക്ഷെ പുള്ളിക്കാരൻ കോടയൊക്കെ കറക്കി ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു പോകുന്നവർക്കുണ്ടല്ലോ, അവർക്കിതൊന്നും ഒരു വിഷയമല്ല. അവരെല്ലാ പ്രയാസങ്ങളിലും ദൈവത്തോട് സംസാരിച്ചുകൊണ്ട് കിടക്കുക. ദൈവത്തോട് ഇങ്ങനെ സംസാരിക്കണ്ടേ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശ്വസിച്ചിട്ട് നിങ്ങൾ എന്ത് പ്രാപിച്ചുവോ, അപ്പോസ്തലപ്രവൃത്തി 19, വിശ്വസിച്ചിട്ട് എന്ത് പ്രാപിച്ചുവോ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ ദൈവത്തോട് സംസാരിക്കാം. ദൈവത്തോട് സംസാരിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്,
ഇരുളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വെയിൽ വരുമ്പോൾ ഇരുട്ട് മഞ്ഞ് മാറിപ്പോകുന്നത് പോലെ തീയിങ്കൽ മെഴുകുരുകും, കാറ്റിങ്കൽ പുക പതറും. ആത്മാവ് വ്യാപരിച്ച ഇരുട്ട് മാറും, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കും. അതിന് പിടിച്ചടക്കുകയില്ല. സ്തുതിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും ഒന്ന് രാത്രി അല്പനേരം സ്തുതിച്ച്. ബിസിനസ് മേഖലകളിലെ ഇരുട്ട് മാറും, കുടുംബത്തിന്റെ ഇരുട്ട് മാറും, തലമുറകളുടെ ഇരുട്ട് മാറും. വിട്ടുകൊടുക്കരുത്. 2025 പുതുവർഷം നമുക്ക് തന്നാൽ കൂടുതൽ സമയം ദൈവത്തോടൊപ്പം തീരുമാനമെടുക്കണം. ഡേറ്റ് ഇട്ട് എഴുതി വെക്കണം. കൂടുതൽ സമയം ദൈവത്തോടൊപ്പം, കൂടുതൽ സമയം വചനത്തിന്. അത് മാത്രമല്ല, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അതിനെ തുറന്ന് സ്തുതിച്ച് അല്പസമയം പ്രാർത്ഥിച്ച് അധികം പരിശുദ്ധാത്മാവിന് സംസാരിക്കുവാൻ. അധികം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റിഗന റബന ഹദന റിഗന ശഗന ദിഗന. ഹല്ലേലൂയ. അതൊരു അപമാനമല്ല, അതൊരു അഭിമാനമാണ് ദൈവത്തോട്. ഹല്ലേലൂയ. ഒറ്റയ്ക്കൊക്കെ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ സംസാരിക്കണം. ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ പരിശുദ്ധാത്മാവിൽ സംസാരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡ്രൈവ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൽ സംസാരിക്കണം. ജോലി ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൽ സംസാരിക്കണം. മോർണിംഗ് വാക്കിന് പോകുമ്പോൾ പരിശുദ്ധാത്മാവിൽ സംസാരിക്കണം. ഹല്ലേലൂയ. പഠിക്കുന്നതിന് മുമ്പ്, പുസ്തകം എടുക്കുന്നതിന് മുമ്പ്, വലിയ പാടുള്ള വിഷയങ്ങളൊക്കെ എടുക്കുന്നതിന് മുമ്പ് പുസ്തകം എല്ലാം എടുത്തു വെച്ചിട്ട് അല്പനേരം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് എന്നിട്ട് പുസ്തകം തുറന്ന് ഉറപ്പ്. ഇരുട്ട് മാറും. ബുദ്ധിമണ്ഡലത്തിലെ ഇരുട്ടുകൾ മാറും. അധികം ദൈവത്തോടൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ച്. ദൈവത്തിന്റെ ആത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ചൈതന്യമായി ശാന്തമായി 25 യേശുവിനോടൊപ്പം. കാരണം ഇന്നലെ പാർട്ടിരുന്ന ഒത്തിരി പേർ ഈ ലോകം വിട്ടുപോയി. എന്നാലോ നമുക്കൊരു നാൾ കൂടെ ഇങ്ങനെ പാടി സ്തുതിപ്പാൻ. എന്റെ ജീവിതത്തിന്റെ ആദ്യ ദൈവത്തോടൊപ്പം, എന്റെ ജീവിതത്തിന്റെ സമയങ്ങൾ ഒത്തിരി യേശുവിന്റെ വചനത്തോടൊപ്പം. കാരണം ആകാശവും ഭൂമിയും മാറിപ്പോകും. ദൈവത്തിന്റെ വചനം മാറത്തില്ല. ആകാശം മാറും, ഭൂമി മാറും. ഭൂമി മത്തനെ പോലെ തുള്ളി ചാഞ്ചാടും, പോലെ പദാർത്ഥങ്ങൾ കത്തി ഒഴിയുക. എന്നാൽ മാറിപ്പോകാത്ത ഒന്നുണ്ട്, ദൈവത്തിന്റെ വചനം. വായിക്കുക. അതിനോടൊരു ആർത്തി ഉണ്ടാകട്ടെ. ഉപരിപ്ലവമായ ക്രിസ്തീയ ജീവിതമല്ല, വചനത്തോട് ആർത്തിയുള്ള ഒരു ദൈവ സമൂഹം 2025 എഴുന്നേക്കട്ടെ. അന്തർക്കാരം ശകനതാരം വടകനം രാജം ദിഗനം താരം ദഗനം ധേരം. യേശുവെ നന്ദി, യേശുവെ ആരാധന, യേശുവെ സ്തുതി, യേശുവെ നന്ദി, യേശുവെ ആരാധന, യേശുവെ ആരാധന, യേശുവെ ആരാധന, യേശുവെ ആരാധന. ഓൺലൈനിലൂടെ ഞങ്ങളെ കേൾക്കുന്നവരോട് ഞങ്ങൾ പറയട്ടെ, യേശുവിന്റെ നാമത്തിൽ കൂടുതൽ സമയം പ്രാർത്ഥിക്കുക. 2025 ദൈവത്തോടൊപ്പം കുറേ നേരം ഇരിക്കുവാൻ. 2025 ഇന്ന് വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവവചനം വായിച്ച് ധ്യാനിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ഏകാന്തതകളിൽ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുവാൻ. ആത്മാവാൻ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ പിന്നെ ഇരുട്ട് മാറിപ്പോ, ഇരുട്ട് വർദ്ധിക്കുകയാണ്. ഹല്ലേലൂയ. ആർക്കും സഹിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഭൂമി എന്നും ഇരുട്ട് വർദ്ധിക്കുന്നു, പാപം വർദ്ധിക്കുന്നു. ഇതിന്റെ നടുവിൽ വെളിച്ചം വരാൻ എന്താ വഴി? ഒറ്റ വഴി. നിന്റെ തലമുറയിൽ നിന്ന് ഇരുട്ട് മാറാൻ അധികം ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിലേക്ക് മാറിപ്പോകാൻ അധികം ആത്മാവിൽ പ്രാർത്ഥിക്കുക.